ഹായ്, എൻ്റെ പുറകിൽ കാണുന്നതാണ് ചൈത്രമായ ഒരു സ്ഥാപനമാണ് ക്രാഫോർഡ് മാർക്കറ്റ് എന്ന് പറയും. ഇതാണ് ക്രാഫോർഡ് മാർക്കറ്റ്. ബ്രിട്ടീഷുകാരനായ സർ ക്രാഫോർഡ് നിർമ്മിച്ച ഒരു ഓപ്പൺ മാർക്കറ്റാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന, ഏഷ്യയിലെ ഏറ്റവും ചെന്ന മാർക്കറ്റാണിത്. ഇതിൻ്റെ ഔട്ട്സൈഡ് വ്യൂ മാത്രമാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. അകത്തോട്ട് പോകണം. ഇവിടെ ഭയങ്കര റഷൊക്കെ ഉള്ള ഏരിയ കേട്ടോ. ഇത് ക്രാഫോർഡ് മാർക്കറ്റിലെ സ്ട്രീറ്റ് ബിസിനസ്സാണ് കേട്ടോ. ഇതാണ് ക്രാഫോർഡ് മാർക്കറ്റ്. ഒരു കാലത്തെ മുംബൈയിൽ ഏറ്റവും കൂടുതൽ ഇളനീര് കച്ചവടം നടത്തിയ മലയാളികളായിരുന്നു. പക്ഷേ ഇപ്പോൾ യു പിക്കാർ, ബീഹാറികൾ വന്നു. ഇതാണ് ക്രാഫോർഡ് മാർക്കറ്റിൻ്റെ ഏരിയ സി. ഇപ്പം ഞാൻ അങ്ങോട്ട് പോകണം, മാർക്കറ്റിനകത്ത് കയറാൻ പോകുന്നു. പാസ് ഉണ്ടായിരിക്കാം എന്ന് വിശ്വസിക്കുന്നു. കാരണം ഞാൻ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് വരുന്നത്. എൻ്റെ കസ്റ്റമറെ കണ്ടു, അതിനുശേഷം ഇവിടെ ഒരു കസ്റ്റമറെ കാണാൻ വരുവാണ് ഞാനിപ്പോൾ. മലയാളിയാണ്. കിഴങ്ങനെ കാണാൻ പറ്റുമോ എന്നറിയത്തില്ല, എന്നാലും നോക്കാം. ഇതാണ് ക്രാഫോർഡ് മാർക്കറ്റ്, അതിൻ്റെ മെയിൻ ബിൽഡിങ്. ഇതാണ് ക്രാഫോർഡ് മാർക്കറ്റിൻ്റെ പുറത്തു നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ. ഇത് ഈ ബ്രിട്ടീഷുകാർ പണിയ 300 വർഷം കുറഞ്ഞത് പഴക്കമുണ്ടെന്നാണ് ബിൽഡിങ്ങിനാണ് തോന്നുന്നത്, അല്ലെങ്കിൽ 200 വർഷം. കൃത്യമായിട്ട് എനിക്കും അറിയില്ല. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതെന്താ കാണുന്നെല്ലാം പഴയ ബിൽഡിങ്ങുകളാണ്. ഇതാണ് ക്രാഫോർഡ് മാർക്കറ്റിൻ്റെ മുൻവശം. അപ്പോൾ ഇവിടെ അകത്തോട്ട് പോകാം കേട്ടോ. ക്രാഫോർഡ് മാർക്കറ്റിലൊക്കെ ഇതാണ് ക്രാഫോർഡ് മാർക്കറ്റിൻ്റെ മുൻവശമാണ്, മെയിൻ എൻട്രി ഗേറ്റാണ്. ആ കാണുന്നതൊക്കെ ബ്രിട്ടീഷ് ക്ലാര പണിഞ്ഞ ബിൽഡിങ്ങുകൾ, ഓരോ സ്ഥാപനങ്ങളാണ്. എനിക്കൊന്ന് മുംബൈ പോലീസിൻ്റെ ഹെഡ് ഓഫീസ് ആയിരിക്കും അത് കേട്ടോ. കണ്ടില്ലേ ക്രാഫോർഡ് മാർക്കറ്റിൻ്റെ ഒരു സീന്. ഈ ക്രാഫോർഡ് മാർക്കറ്റിന് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. ലോകത്തിലെ ഏത് സാധനവും ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് ഒറിജിനലും കിട്ടും. ഈ പറയുന്ന എൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് വേണമെങ്കിൽ, നിങ്ങളുടെ ഡ്യൂപ്ലിക്കേറ്റ് വേണമെങ്കിൽ ഇവിടെ അന്വേഷിച്ചാൽ കിട്ടും കേട്ടോ. മുംബൈ വരുന്ന ആൾക്കാർക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും പറ്റിയ ലൊക്കേഷനുകളിലൊന്നാണിത്. ക്രാഫോർഡ് മാർക്കറ്റിൻ്റെ എൻട്രി ഗേറ്റിലെ ആ നിർമ്മിച്ച ആളുടെ ഫോട്ടോയാണ്. കണ്ടില്ലേ, അയാളുടെ ആ ഇയറൊക്കെ ഉണ്ട്. കണ്ടില്ലേ, ആർതർ ക്രാഫോർഡ് 1865 നിർമ്മിച്ചതാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ എൻട്രൻസിലോട്ട് പോകാം. മെയിൻ എൻട്രൻസ് അപ്പുറത്താൻ കണ്ടാണ് ഇതിൻ്റെ പഴയ ബിൽഡിങ്. അന്ന് മെയിൻ എൻട്രൻസിലോട്ട് പോകാം കേട്ടോ. ഭയങ്കര റഷ് ഏരിയ കേട്ടോ. ഇവിടെയൊക്കെ കണ്ടില്ല എന്തോ പബ്ലിക് റഷാണെന്നറിയോ. എനിക്ക് അങ്ങോട്ട് കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, എന്നാലും നോക്കാം. ഇവിടെ ഒരു മലയാളി ചേട്ടൻ്റെ കടയുണ്ടായിരുന്നു, കോഴിക്കോടുകാരൻ്റെ ആണേ. ഇത് കണ്ടില്ലേ, ഏറ്റവും വലിയ ഇവിടെയൊക്കെ സ്ട്രീറ്റ് കട ഇതുണ്ട്, കച്ചവടം കണ്ടില്ലേ. ക്രാഫോർഡ് മാർക്കറ്റ് ഇതാണ്. നിങ്ങൾ ബോംബെ കാണാത്ത ക്രാഫോർഡ് മാർക്കറ്റ് ഇതാണ്. ഓക്കെ, ഇത് ബ്രിട്ടീഷുകാർ പറഞ്ഞ മാർക്കറ്റ്സാണ്. ഇത് ഒത്തിരി ഷോറൂമുകളുണ്ട് കേട്ടോ. എല്ലാം കണ്ടില്ല, നല്ല സ്നാക്സിൻ്റെ ഇതൊക്കെ, സ്നാക്സിൻ്റെ അതുപോലെ ഒത്തിരി മിക്സഡായിട്ടുള്ള മാർക്കറ്റ്സാണ്. ബോട്ടിലുകൾ ഈ ഒരു ഏകദേശം ഒരു കിലോമീറ്റർ ഉണ്ട് ഈ മാർക്കറ്റ് കേട്ടോ. ചെറിയ മാർക്കറ്റൊന്നുമില്ല കേട്ടോ, 1 കിലോമീറ്ററുള്ള മാർക്കറ്റ് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ മുനിസിപ്പൽ മാർക്കറ്റും കൂടെ. കണ്ടില്ലേ, ബ്രിട്ടീഷുകാർ പണിഞ്ഞ ഒരു ബിൽഡിങ്, സ്തൂപ. ഇതിന് തന്നെ ഏകദേശം ഒരു 200 വർഷം പഴക്കമുണ്ട് കേട്ടോ. ഇതാണ് കടകൾ. ഇപ്പം മലയാളികളൊക്കെ ഇതിനകത്ത് ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ പണ്ട് കാലത്ത് മലയാളികളുടെ കുത്തകയായിരുന്നു. ഇതിനകത്തൊരു 90% കടകളും മലയാളികളായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു മലയാളികൾക്ക് പ്രയോജനമില്ലാതെ എല്ലാം കേരളം വിട്ടുപോയി കാണാം. ഇവിടെ കേരളമല്ല, ഇവിടെ വിട്ടുപോയി. കണ്ടില്ല, എൻ്റെ ആർക്കിടെക്ട് ഉണ്ട്, നല്ല നിർമ്മിതി. ഞാനിത് പറയുമ്പോഴേ ഒരു കാര്യം മറന്നുപോയി കേട്ടോ. എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഈ ക്രാഫോർഡ് മാർക്കറ്റ് എവിടെ, ഞാൻ പറഞ്ഞ് ബോംബെക്ക് വെളിയിൽ ഗുജറാത്തിലാണ്. ഇവിടെ കാരണം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരിയും കൊണ്ട് വന്നാൽ എന്നെ വെളുപ്പിച്ചെടുക്കും. ഈ പെണ്ണുങ്ങൾക്ക് സ്വഭാവമുണ്ട്, കറങ്ങാൻ പോയി കഴിഞ്ഞാൽ ഈ പശുവിനെ വയലിൽ കയറ്റിയ സ്വഭാവം പോലെ കൈ കാണുന്നതെല്ലാം മേടിച്ച് കെട്ടിയവന്മാരെ വെളുപ്പിച്ച് കയ്യിലെടുക്കും, പോക്കറ്റ് കാലിയാക്കാൻ. അതുകൊണ്ട് ഞാൻ എൻ്റെ പെണ്ണുമ്പിള്ള ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നും കാണിച്ചിട്ടില്ല. ഞാൻ പുള്ളി ബോംബെ വന്ന സമയത്ത് ബോംബെയിലൊന്നും കാണാനില്ല, ഈ സാക്കനൊക്കെ പൈപ്പ് ലൈൻ മാത്രമേ കാണാനുള്ളൂ എന്ന് പറയാറുണ്ട്. അപ്പം കളിയാക്കുമായിരുന്നു. ഇത് എല്ലാവിധ സാധനങ്ങളുടെ ഷോറൂംസും ഒക്കെ ഉണ്ട്. ഇതൊക്കെ അതെ. ഇതെന്തോ ചേട്ടൻ എവിടുന്നു? ഇവിടെ വെച്ചൊരു മലയാളി ചേട്ടനെ പരിചയപ്പെട്ടു കേട്ടോ. എവിടാ നാട്? എവിടാ? ഞാൻ റാന്നി, പത്തനംതിട്ട. പുനലൂർ നമുക്ക് അടുത്താ. പുനലൂർ മൂവാറ്റുപുഴ, റാന്നി പുനലൂർ മൂവാറ്റുപുഴ. ഇതേ ഞാൻ ബോംബെ തന്നെ ഉള്ളവനാണ് കേട്ടോ. എൻ്റെ ഇത് കാണിക്കുന്നത്. ഇവിടെ മലയാളികളൊക്കെ ഒത്തിരി ഉണ്ട്, ഇപ്പം കാണാനില്ല കടകളൊക്കെ. ഇതിനകത്ത് 90% മലയാളി ഇതായിരുന്നു ആ സമയത്തൊക്കെ.
ഞാൻ ഒരു 30 വർഷം ഇവിടെ വന്നിട്ട്. കാസർഗോഡ്, മലപ്പുറം, കണ്ണൂരൊക്കെ ഒത്തിരി പേര്. ഇപ്പോൾ ഇവിടെയൊന്നും ഇല്ല. അവരൊക്കെ മനീഷ് മാർക്കറ്റ് ഞാൻ പോയതാണ് കുറച്ച് മുമ്പ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെ ഈ ഏരിയ എന്ന് പറഞ്ഞാൽ മലയാളിയുടെ കുത്തകയാണ്. ഇപ്പോൾ ഒന്നും ഇല്ലല്ലോ, കണ്ടില്ലേ? ഒരു മലയാളിയാണ്. ഈ നിൽക്കുന്ന പയ്യൻ മലയാളിയാണോ എന്നൊക്കെ ഇതാണ്. ഇവിടെയൊക്കെ നല്ല റീറ്റെയിൽസ് വർക്ക് ചെയ്യാം ചേട്ടൻ ഇവിടെ? ഇവിടെ എന്തിൻ്റെയാ? ഞാനൊരു ബിസിനസ്സാണ്. ഞാൻ കൊറിയർ ബിസിനസ് നടത്തുന്ന. ഞാൻ ഓൺ കൊറിയറാണ്. ഇപ്പം നെറ്റ് എക്സ്പ്രസ് എന്ന് പറയും. അതിൻ്റെ കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? ഓം ഇൻ്റർനാഷണൽ കേട്ടിട്ടുണ്ടോ? ഓം ഇൻ്റർനാഷണൽ. അതിൻ്റെ ഓണറായിരുന്നു ഞാൻ. എൻ്റെ ഒരു തൊഴിലാളിയാക്കി മാറ്റി. ഒരു ജോലിക്കാരൻ കഴിയും അശ്രദ്ധ കാരണം എനിക്ക് കോടിയുടെ നഷ്ടം വന്നു. പിന്നെ മുതലാളിയെ തൊഴിലാളിയായി മാറി. എൻ്റെ ഓഫീസ് അന്തേരി MIDC-യിലായിരുന്നു. പക്ഷേ ഇപ്പം ഓഫീസൊന്നും ഇല്ല. ഞാൻ രണ്ടാമത് തുടങ്ങിയതാണ് ഇപ്പോൾ. ഓം ഇൻ്റർനാഷണൽ. കാണുമായിരിക്കും. ഞാൻ ഇത്ര ഒന്ന് ചേട്ടാ 10-15 വർഷം മുമ്പ് കണ്ട പരിചയമുള്ളൂ. അതിൻ്റെ രാജു ഷെട്ടി അറിയാമോ? രാജു ഷെട്ടി ഞാനും കൂടെ ഒന്നിച്ച് പാർട്ണറായിരുന്നു. പുള്ളി വലിപ്പിച്ചല്ല, ജോലിക്കാരൻ. ഒരു വിജയഗുരവ് എന്നൊരു ജോലിക്കാരനെ തരികട കാണിച്ചാണേ. അവൻ്റെ തരികട കാരണമാണ് എനിക്ക് ജോലി പോയത്. എക്സ്പോർട്ട് ചെയ്യുന്ന സാധനം ഇല്ലീഗലായിട്ട് കയറ്റി വിട്ടു. ലൈസൻസ് സസ്പെൻഡായി. പിന്നെ ഞാനും പാർട്ണർ 1 മാസം ജയിലിൽ കിടക്കേണ്ടി വന്നു. നമ്മുടെ ഞങ്ങൾ ആധാർ ജയിലിൽ കിടന്നായിരുന്നു. പിന്നെ ഞങ്ങളെ പിടിച്ച് കസ്റ്റംസുകാർ പിടിച്ചിട്ടില്ലേ? 1 മാസം കിടന്ന് എൻ്റെ വക്കീലിൻ്റെ സ്ട്രോങ് ആയിരുന്നു. പുള്ളി ഇറക്കി വിട്ടു. ഞങ്ങൾ ലൈസൻസ് ഞങ്ങളുടെ പേരിലായതുകൊണ്ടാണ് ഞങ്ങളെ ഇറക്കി വിട്ടത്. കമ്പനി ജോലിക്കാരൻ തന്നെ ഓണർമാർ ഇൻവോൾവ് അല്ല. ഞങ്ങൾ ഗോവയിലാണ്. ഗോവയിൽ നിന്ന് ബുക്ക് എടുത്ത് ഇവിടെ കൊണ്ടുവന്നു. പിന്നെ 1 മാസം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. പിന്നെ ഞങ്ങൾക്ക് ഇന്ത്യ വിട്ട് 5 വർഷത്തെ പോകാൻ പറ്റാതാക്കി. പിന്നെ കമ്പനിയെ നഷ്ടമായി, ബന്ധാക്കി. കുറേ നാൾ ജോലി ചെയ്തു. പിന്നെ തോന്നി ഈ ജോലി കൊണ്ട് പ്രയോജനമില്ല എന്ന് തോന്നിയപ്പോൾ സ്വന്തമായിട്ട് ഒരു ബിസിനസ് തുടങ്ങുന്നു. അങ്ങനെ ഞാൻ ഒരു നെറ്റ് എക്സ്പ്രസ് എന്നൊരു കമ്പനി തുടങ്ങി. അതിപ്പം അതിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ബിസിനസ് വന്നു. 1-2 കസ്റ്റമറുണ്ട് ഇവിടെ. കുറേ ആൾക്കാരെ തപ്പിയതാണ്. അതുകൊണ്ട് അവിടെ ഒരു അത്തർ ബിസിനസ് തന്നെ. പുള്ളിയെ കണ്ടു. പുള്ളിയിൽ നിന്ന് പറഞ്ഞ് ഏൽപ്പിച്ച റേറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങോട്ട് വരുവാണ്. ഈ കടകളൊക്കെ കണ്ടപ്പോൾ ഒരു ഫോട്ടോ എടുക്കണമെന്നൊരാഗ്രഹം കുറേ വർഷത്തിന് ശേഷം. ഇവിടെ ഒന്നും ആരും നമുക്ക് ഇതിനകത്തൊക്കെ ഞാൻ ഓടിക്കളിച്ചതാണ്. എന്തൊക്കെ ക്രാഫോർഡ് മാർക്കറ്റിൻ്റെ അകത്തുള്ള സീനാണ്. ഇഷ്ടംപോലെ വിദേശികളൊക്കെ വരുന്ന ഒരു ഇതാണ്. അതിൻ്റെ ഔട്ട് സൈഡിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. ഇതൊക്കെ കണ്ടില്ലേ? ക്രാഫോർഡ് മാർക്കറ്റ്. ക്രാഫോർഡ് മാർക്കറ്റിലെ വേറൊരു സാധനം, നല്ല ഒന്നാന്തരം പൂച്ചക്കുഞ്ഞുങ്ങളെ വിൽക്കാൻ കിട്ടുന്നത്. പക്ഷിമൃഗാദികളെ വിൽക്കാൻ കിട്ടുന്ന കണ്ടില്ലേ? നല്ല പൂച്ചക്കുഞ്ഞുങ്ങളെ, സുന്ദര കുട്ടപ്പന്മാർ കണ്ടില്ലേ? ചക്കി അയ്യോ ക്യാവാ കണ്ടില്ലേ? വിൽപ്പന വെച്ചിരിക്കുകയാണേ. बाहर जाएगा भाई? नहीं ना. ക്രാഫോർഡ് മാർക്കറ്റിലെ പക്ഷികളെയൊക്കെ കിട്ടുന്നുണ്ട്. തത്തയൊക്കെ കിട്ടും. കണ്ടില്ല? നല്ല ഇത് തത്തയാട്ടോ. ലവ് ബേഡ്സ്. കുറേ നാളെ എൻ്റെ പെണ്ണുമ്പളെ ഒരു ആഗ്രഹം പറയുന്നു കേട്ടോ, അവൾക്ക് തത്തയെ വേണമെന്ന്. അപ്പോൾ ഞാൻ നോക്കട്ടെ, വില കുറഞ്ഞ വില തത്തയെ കിട്ടുവാണേ. ഇത് പാരറ്റാണോ ലവ് ബേഡ്സാണ്? ഒന്നാന്തരം പൂച്ചക്കുട്ടികളെ. ഇത് പട്ടിക്കുട്ടികളാണ് കേട്ടോ, പല ടൈപ്പിലുള്ളത്. കുക്കു കുക്കു പുൽപ്പട്ടി. क्या भाव है भाई इसका? ये सफ़ेद वाला का എനിക്ക് വെച്ചിരിക്കുന്ന പുൽപ്പട്ടിയാണ്. സുന്ദരക്കുട്ടൻ. 6000 രൂപയാണ്. ഞാൻ വില പേശിയപ്പോഴേ എനിക്ക് 3500 കിട്ടി. എന്നാൽ എനിക്ക് വേണ്ട നിന്നെ കുട്ടാ. ഇത് കണ്ടോ? വിവിധ തരം പട്ടിക്കുഞ്ഞുങ്ങളാണ് ഇതൊക്കെ. ഇത് പൂച്ചക്കുഞ്ഞുങ്ങൾ, പല ടൈപ്പുള്ള പൂച്ചക്കുഞ്ഞുങ്ങൾ. ഇത് എലിക്കുഞ്ഞുങ്ങൾ. നിങ്ങൾ എലിയെ കണ്ടിട്ടില്ല? കണ്ടോ? ഇത് വിൽക്കാൻ വെച്ചിരിക്കുന്ന എലിക്കുഞ്ഞുങ്ങൾ. ഇത് നാടൻ താറാവ്, ഡക്ക്. ഇതാണ് തത്തയാണെന്നൊന്നും. അതെ, നല്ല ഒന്നാം തരം തത്ത. ഈ ബോംബെയിലെ ക്രാഫോർഡ് മാർക്കറ്റിൽ ഏത് തരം തത്തകളെ നമുക്ക് വിലക്ക് കിട്ടും ഒക്കെ ഉണ്ട് കേട്ടോ. ഇതെന്തോ ആ സാധനം ഒരു പിടിയും കിട്ടുന്നില്ല. മുയലാണെന്ന് എലിയാണെന്ന് പിടിയും കിട്ടുന്നില്ല കേട്ടോ. ഇത് കോഴികളാണ്.
ये पैरेट है क्या? तत्ता है? लव बर्ड्स है? अंगूर तैता नहीं मिलेगा? तैता पैरेट हाँ बोलो कुटे पैरेट तो है ना ഇതുണ്ടല്ലോ ഇത് പക്ഷി മാർക്കറ്റാണ് ബോംബെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പക്ഷി മാർക്കറ്റ് ഇവിടെയാണ് കേട്ടോ ഇന്ത്യയിലെ ഏറ്റവും വലിയ പക്ഷി മാർക്കറ്റാണ് മുംബൈയിലെ ക്രാഫോർഡ് മാർക്കറ്റ് ഇത് കണ്ടില്ലേ പല ടൈപ്പുള്ള പക്ഷികളാണ് നല്ല പൂച്ചക്കുഞ്ഞുങ്ങൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ കാരണം ഇവിടെ പിടിച്ചു പറിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇച്ചിരി ആൾക്കാരെ സലാം അലൈക്കും എന്നൊക്കെ വിഷ് ചെയ്യുന്ന അവർ ഓർക്കും മുസ്ലിമാണ് അതുകൊണ്ട് നമ്മളൊന്നും ചെയ്യുന്നില്ല എന്നെ കണ്ട് കഴിഞ്ഞാൽ മുസ്ലിം ലുക്കുണ്ട് കേട്ടോ അതുകൊണ്ടൊന്നും ചെയ്യത്തില്ല അപ്പോൾ അവർക്ക് സ്പിരിറ്റ് ഉണ്ട് അവർ ആൾക്കാരെ ഒന്നും ചെയ്യത്തില്ല കണ്ടല്ലോ ഒന്നാം തരം കോഴികളെ ഇത് കേട്ടോ ഇതിന് ലക്ഷങ്ങൾ വില കഴിക്കുന്നുണ്ട് കേട്ടോ 1000 മുതൽ ലക്ഷം വരെ ഇതിന് ഈ തത്തയ്ക്കൊക്കെ ഏകദേശം 2000 3000 മുതൽ 5000 വരെ വിലയുണ്ട് കേട്ടോ ഇതിന് ലൈസൻസ് എല്ലാം കിട്ടുന്നുണ്ട് തത്തയ്ക്ക് ഉപ്പു കടിക്കല്ലേ കടിച്ച അടി കഴിഞ്ഞതിനും കേട്ടോ ഇതാണ് ക്രാഫോർഡ് മാർക്കറ്റ്സിൻ്റെ എൻട്രി എക്സിറ്റും രണ്ടും ഇവിടാണ് അപ്പോൾ ക്രാഫോർഡ് മാർക്കറ്റിൽ നിന്ന് ഞാൻ വിട പറയുകയാണ് ഈ അടുത്ത സ്ഥലത്തേക്ക് വീണ്ടും കാണാം പുതിയ വിശേഷങ്ങളുമായി മുംബൈ വിസിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇവിടെ തീർച്ചയായും കാണേണ്ട സ്ഥലങ്ങളൊന്നാണ് ക്രാഫോർഡ് മാർക്കറ്റ് ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ മാർക്കറ്റാണ് ഓപ്പൺ മാർക്കറ്റാണ് ലോകത്തിലെ അഞ്ചാമത്തെ മാർക്കറ്റാണ് ഈ ഇന്ത്യയിൽ എന്ത് സാധനം ലോകത്ത് ഏത് സാധനം ഈ മാർക്കറ്റിൽ കിട്ടും വില കുറച്ച് ഹോൾസെയിൽ റീറ്റെയിൽ മുംബൈ വിസിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് തീർച്ചയായും ഇവിടെ വരാൻ ശ്രമിക്കുവാണെങ്കിൽ തീർച്ചയായും കാണേണ്ട പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊന്ന് മുംബൈയിലെ ക്രാഫോർഡ് മാർക്കറ്റ് മുംബൈ വന്നിട്ട് ക്രാഫോർഡ് മാർക്കറ്റ് കാണാത്ത ഒരാൾ പിന്നെ ബോംബെ കാണേണ്ട ഒരാവശ്യമില്ല